പിന്നെ അതാണ് ഒരു കാര്യം എനിക്ക് ആമുഖമായിട്ട്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഈ നാളുകളിലെല്ലാം വിവിധങ്ങളായ പ്രബോധനങ്ങൾ പലരും പറയുന്നത് കേൾക്കും. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ അതായത് സഭ പരമ്പരാഗതമായിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് വ്യത്യസ്തമായി പല ആളുകൾ, ചിലപ്പോൾ അത് വൈദികർ ചിലപ്പോൾ പറയും, വൈദികർ ചിലപ്പോൾ അത് പറഞ്ഞെന്ന് വരും. പിന്നെ മെത്രാന്മാർ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇനി പറയുമെന്ന് അറിഞ്ഞുകൂടാ. ആര് പറഞ്ഞാലും നിങ്ങൾ ഓർക്കണം, കഴിഞ്ഞ 2000 വർഷമായിട്ട് കത്തോലിക്ക തിരുസഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ സത്യമായതുകൊണ്ടാണ് ആ സഭ പഠിപ്പിക്കുന്ന വിശ്വാസത്തിൽ ചേർന്ന് നിന്ന അന്തോണീസും അൽഫോൻസാമയും അമ്മ തെരേസയും മദർ തെരേസയും കൊച്ചു തെരേസയൊക്കെ ഉണ്ടായത് സഭയുടെ വിശ്വാസത്തോട് ചേർന്ന് നിന്നതുകൊണ്ടാണ്. അത്രയും നിങ്ങൾ കണ്ടാൽ മതി. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് സഭയ്ക്ക് എന്തെങ്കിലും ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിശ്വാസത്തിന് വിപരീതമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ മനസ്സ് ഉലയരുത്. നിങ്ങൾ അപ്പം തന്നെ ഓർത്തോണം, ഈ വിശ്വാസത്തിൽ നിലനിന്നാണ് ഒരു അമ്മ തെരേസ ഉണ്ടായത്, ഒരു മദർ തെരേസ ഉണ്ടായത്, ഒരു കുരിശിൻ്റെ യോഹന്നാൻ ഉണ്ടായത്, ഒരു ഫ്രാൻസിസ് അസീസി ഉണ്ടായത്. അതുകൊണ്ട് നമുക്ക് സഭയോട് ചേർന്ന് നിന്നാൽ നമ്മളും വിശുദ്ധരാവും. ഹല്ലേലൂയ അല്ലേ? പിന്നെ എന്തെങ്കിലുമൊക്കെ ആരുടെയും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇടർച്ചയോ എന്തെങ്കിലും സ്കാൻഡലോ ആരെങ്കിലും ഇപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടായാൽ നിങ്ങൾ പെട്ടെന്ന് മനസ്സിൽ കാണേണ്ടത് വീണു പോകുന്ന ഒരു 100 പേരെ അല്ല നിങ്ങൾ കാണേണ്ടത്, മറിച്ച് വീണു പോകാത്ത 1000 പേരെയാണ് നിങ്ങൾ കാണേണ്ടത്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് അവിടെ ഇവിടെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞെന്നോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ വിചാരിച്ച് സഭ ഇല്ലാതാവുന്നില്ല അല്ലേ? എത്രയോ പേര് വീരോചിതമായി വിശ്വാസം ജീവിക്കുന്നവർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ നാളുകളിലൊക്കെ പ്രത്യേകിച്ച് ഒത്തിരി ദിവ്യകാരുണ്യമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നല്ല ഒത്തിരി പേര്, ലക്ഷക്കണക്കിന് ആളുകൾ ഈ 40 ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ വിപരീത സ്വരങ്ങൾ പിശാച് കൊണ്ടുവരും. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വിപരീത സ്വരങ്ങൾ പിശാച് കൊണ്ട്, ഇതിനെ വിശ്വാസം ക്ഷയിപ്പിക്കാൻ, വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി എടുത്തു കളയാൻ ഒക്കെ വിപരീത സ്വരം പിശാച് കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾ എത്രയും കേട്ടാൽ മതി, കർത്താവ് സഭ എന്താ പഠിപ്പിക്കുന്നോ അതിനകത്ത് ഉറച്ചു നിൽക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായില്ലേ? ഇപ്പോൾ ദിവ്യകാരുണ്യ ആരാധന നടത്തുന്നത് തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, നിങ്ങൾ സഭ നിങ്ങളോട് ഇത്രയും കാലവും ദിവ്യകാരുണ്യ ആരാധന നടത്താനാണ് പറഞ്ഞത്, അതുകൊണ്ട് അതിൽ ഉറച്ചു നിൽക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായില്ലേ? ബാക്കിയൊക്കെ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളാണ്. അത് പറയുന്നവർക്ക് അവർ പറയുന്നതിന് പ്രേരണകളുണ്ടാവും, അവരെ ഉപയോഗിക്കുന്ന സാത്താൻ്റെ ലക്ഷ്യങ്ങളുണ്ടാവും. അപ്പം നമ്മൾ അതിലൊന്നും മനസ്സ് മടുക്കരുതെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മനസ്സിലാക്കുക, ഇല്ലെങ്കിൽ വിട്ടേക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഈ നാളുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ എതിർ സ്വരങ്ങൾ അവിടെ ഇവിടെയൊക്കെ കേട്ടാൽ മനസ്സ് മടുക്കരുത്, ഇത്രയേ ഉള്ളൂ.